ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ മോർണിംഗ് ടീയിൽ സയൻസിനെ കുറിച്ചാണ്, ബയോളജിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ സയൻസിൻ്റെ മോർണിംഗ് ടീയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന RBC WBC എന്ന് പറയുന്നതിൻ്റെ മൂന്നാമത്തെ രക്തത്തിലെ ഘടകമായ പ്ലേറ്റ്ലെറ്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചെറിയ ക്ലാസ്സാണ്, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഊർജവും അതിൽ നിന്ന് കിട്ടുന്ന അറിവും വളരെ വലുതാണ്. അറിവ് ഒരു അലങ്കാരം തന്നെയാണ്. അറിവുള്ളവർക്ക് അത് വ്യക്തമായി അറിയാം അയാൾ എത്രത്തോളം ഭംഗിയായിട്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന്. ഏറ്റവും ഭംഗിയായി ചിന്തിക്കാനും, ഏറ്റവും ഭംഗിയായി ആളുകളോട് ഇടപഴകാനും, ഏറ്റവും ഭംഗിയായി ദൈവത്തോട് പ്രീതി പൂണ്ട് ജീവിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് അറിവാണ്. ജോലി കിട്ടാനാണ് അറിവ് എന്ന ഡെഫിനിഷൻ മാറ്റി നിർത്താം. അതും അറിവ് കൊണ്ട് നേടേണ്ട ഒന്നാണ്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പണം വേണം, സമ്പത്ത് വേണം. നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്കൊരു സ്റ്റാറ്റസ് വേണം. ഇതിനെല്ലാം നമുക്ക് എന്ത് വേണം? അറിവ് വേണം. അറിവുള്ളവരിൽ നിന്നാണ് കിട്ടേണ്ടത് എന്ന പ്രാഥമികമായ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളുടെ മുന്നിലേക്ക് ഈ മോർണിംഗ് ടീമുമായി വരുന്ന ഓരോ അധ്യാപകരും അഗ്രഗണ്യരാണ്. നിങ്ങളെ ഏറ്റവും മികച്ച ഫോമിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ളവരാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഹാജാസ് ക്ലാസ്സസിലൂടെ എത്തുന്നത്. ഹാജാസ് ക്ലാസ്സസിൻ്റെ ആപ്പിലൂടെയും ഹാജാസ് ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ പോലും ആ ഒരു സബ്ജക്റ്റിൽ പ്രാവീണ്യം നേടാത്ത ഒരു വ്യക്തിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് മോർണിംഗ് ടീയിലെ പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാം. ഇന്നത്തെ പ്ലേറ്റ്ലെറ്റിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് മനുഷ്യ രക്തത്തിലെ ഏറ്റവും 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 ചെറിയ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തകോശമാണ് RBC എന്ന് നമുക്കറിയാം. എന്നാൽ ഏറ്റവും ചെറിയ, നമ്മുടെ ഈ രക്തത്തിൽ RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട് അല്ലെ. ഇതിനകത്ത് ഏറ്റവും ചെറിയ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. നമ്മൾ എറിത്രോസൈറ്റ് എന്ന് ആരെയാണ് വിളിച്ചിരുന്നത്? RBC ആണ് അല്ലേ. അതേപോലെ എറിത്രോസൈറ്റ് എന്ന് നമ്മൾ RBCയെ വിളിച്ചതുപോലെ ത്രോംബോസൈറ്റ് എന്ന് വിളിക്കപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റുകളെയാണ്. പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നാമമാണ് ത്രോംബോസൈറ്റ്. രക്തത്തിൽ കാണപ്പെടുന്ന 3 കോശങ്ങളിൽ ഏറ്റവും ചെറിയ കോശം, ഏറ്റവും ചിന്ന കോശം ആരാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. 1 മില്ലിമീറ്റർ ക്യൂബ് രക്തത്തിൽ കാണപ്പെടുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഏകദേശം 1.5 മുതൽ 3 ലക്ഷം വരെയാണ്. എന്നാൽ WBC 10,000 വരെ എന്നാണ് നമ്മൾ പറഞ്ഞത്, 6,000 മുതൽ 10,000 വരെ. എന്നാൽ 1 മില്ലിമീറ്റർ ക്യൂബ് രക്തത്തിൽ കാണപ്പെടുന്ന RBCയുടെ അളവ് നമ്മൾ പറഞ്ഞത് 45 മുതൽ 60 ലക്ഷം വരെയാണ്. അപ്പൊ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് തീരെ കുറവുമല്ല കൂടുതലല്ലാത്ത ഒരു പരുവത്തിലുണ്ട്. പക്ഷെ ഏറ്റവും ചെറിയ കോശം രക്തത്തിൽ ആര് തന്നെയാണ്? പ്ലേറ്റ്ലെറ്റുകൾ തന്നെയാണ്. എന്താണ് പ്ലേറ്റ്ലെറ്റ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന കോശം. നമ്മുടെ ശരീരത്തിനകത്തോ അല്ലെങ്കിൽ രക്തവുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകമാണ് രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. അതിനുവേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ K ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ K. എലമെന്റ് ആണ് കാൽഷ്യം. പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റുകൾക്ക് RBCക്ക് 120 ദിവസം ആയുസ്, WBCക്ക് 14 മുതൽ 15 ദിവസം 2 ആഴ്ചത്തെ ആയുസ്. എന്നാൽ പ്ലേറ്റ്ലെറ്റുകൾക്കാണ് ഏറ്റവും ആയുസ് കുറവ്, 7 ദിവസം മാത്രമേ ജീവിക്കൂ. പ്ലേറ്റ്ലെറ്റുകളുടെ ആയുസ് 7 ദിവസമാണ്. പ്ലേറ്റ്ലെറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയ്ക്കകത്തുള്ള മെഗാകാരിയോസൈറ്റിൽ ആണ്. ഈ പ്ലേറ്റ്ലെറ്റുകൾ രക്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോശമായ പ്ലേറ്റ്ലെറ്റുകളെ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയ്ക്കകത്തുള്ള മെഗാകാരിയോസൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ക്ലിയർ ആണ്? ഓക്കെ. പ്ലേറ്റ്ലെറ്റുകൾ അങ്ങനെയാണ്. അപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം എന്ന രീതിയിലാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റുകളെ പഠിച്ചു വെച്ചിട്ടുള്ള. 7 ദിവസം മാത്രമേ അത് ജീവിക്കുകയുള്ളൂ. ഈ WBCയും അതേപോലെ RBCയും അതേപോലെ പ്ലേറ്റ്ലെറ്റും ഒക്കെ കാണപ്പെടുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. ഇതിലേക്ക് ലിക്വിഡ് ഉണ്ട്, ഒരു ഇളം മഞ്ഞ നിറത്തിൽ, പെയിൽ യെല്ലോ കളറിൽ കാണപ്പെടും.
പെയിൽ യെല്ലോ കളറിൽ കാണപ്പെടും. ആ സാധനത്തിന്റെ പേരാണ് പ്ലാസ്മ. രക്തം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. നമ്മൾ രക്തം എടുത്താൽ അതിനകത്ത് RBC ഉണ്ടെന്നറിയാം, WBC ഉണ്ടെന്നറിയാം, പ്ലേറ്റ്ലെറ്റ് ഉണ്ടെന്നറിയാം, വേറെയും ചില എലമെന്റുകൾ, ചില ഘടകങ്ങൾ ഉണ്ടെന്നറിയാം. പക്ഷേ രക്തത്തിന്റെ 55% പ്ലാസ്മയാണ്. പ്ലാസ്മയുടെ 90% ജലമാണ്. എന്താ പറഞ്ഞത്? രക്തത്തിന്റെ 55% പ്ലാസ്മയാണ്, പ്ലാസ്മയുടെ 90% ജലമാണ്. ഈ പ്ലാസ്മയുടെ നിറം ഏതാന്ന് ചോദിച്ചാൽ ഇളം മഞ്ഞയാണ്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ്. രക്തം കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. രക്തത്തിന്റെ 55% പ്ലാസ്മയാണ്. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. രക്തത്തിലെ ആന്റിബോഡികൾ കാണപ്പെടുന്നത് ഈ പ്ലാസ്മയിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 3 പ്രോട്ടീനുകളാണ് ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. ചോദ്യം ഇവിടെ നിന്നായിരിക്കും. ചോദ്യം ഈ മേഖലയിൽ നിന്ന് ഉണ്ട്. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജൻ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകമാണ് കാൽഷ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീന്റെ പേരാണ് ഫൈബ്രിനോജൻ. ഇതെല്ലാം പഠിക്കണം. രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഇനി ഇതിനകത്ത് ഗ്ലോബുലിൻ, ഇപ്പൊ ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ അത് പ്ലാസ്മയിലുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻ എന്നാണ് വിളിക്കുക. ഇവരെ 3 പേരെയും പ്ലാസ്മ പ്രോട്ടീൻസ് എന്നാണ് പറയപ്പെടുന്നത്. ഇതില് ഫൈബ്രിനോജന്റെ ജോലിയാണ് നമ്മൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുക എന്ന് പറഞ്ഞത്. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ആന്റിബോഡിയായി പ്രവർത്തിക്കുന്ന ആളാണ് ഗ്ലോബുലിൻ. എന്നാൽ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് ആൽബുമിൻ. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആൽബുമിൻ. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. ഗ്ലോബുലിൻ ആന്റിബോഡിയായി പ്രവർത്തിക്കും. രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആൽബുമിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. നമ്മൾ നേരത്തെ പറയുന്നുണ്ട് കാൽഷ്യം എന്ന്. കാൽഷ്യത്തിന്റെ ശരീരത്തിലെ റോൾ എന്താണ്? ബോണുകളുടെയും പല്ലുകളുടെയും ഒക്കെ ശക്തി, ബലം, അത് കാൽഷ്യമാണ്. അതേപോലെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കാൽഷ്യമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഫില്ലോക്വിനോൺ എന്ന് പറയും. ഓക്കെ. രക്തകോശങ്ങളുടെ അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഹീമോസൈറ്റോമീറ്റർ. എന്താണ് ഹീമോസൈറ്റോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം, ഒരു ഡിവൈസ് രക്തകോശങ്ങളുടെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ രക്തത്തിന്റെ ബ്ലഡ് പ്രഷറിന്റെ അളവ് കൂടിയാൽ, ഉയർന്ന രക്തസമ്മർദ്ദം മൂലം രക്തക്കുഴലുകൾ പൊട്ടിപ്പോകാറുണ്ട്. ഈ രോഗത്തെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയും. എന്താണ് സെറിബ്രൽ ഹെമറേജ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. ഉയർന്ന ബ്ലഡ് പ്രഷർ കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ, അതിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ ഹെമറേജ്. ഉയർന്ന ബ്ലഡ് പ്രഷർ കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ ഹെമറേജ്. രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കാറുണ്ട്. അത് നമ്മൾ നേരത്തെ അറിയാവുന്നതാണ്. ത്രോംബോസിസ് എന്നാണ് ആ ഒരു അവസ്ഥയെ വിളിക്കപ്പെടുന്ന പേര്. ശ്രദ്ധിക്കേണ്ടത്, പ്ലേറ്റ്ലെറ്റുകളുടെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കേണ്ട വൈറ്റമിൻ കെ പോലെയുള്ള വൈറ്റമിനുകളുടെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥ കൊണ്ടോ രക്തം കട്ട പിടിക്കാത്ത ഒരു അവസ്ഥ ശരീരത്തിൽ ഉണ്ടായാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീമോഫീലിയ എന്ന് പറയാറുണ്ട്. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാത്ത കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹീമോഫീലിയ. രാജകീയ രോഗം, ക്രിസ്തുമസ് രോഗം എന്നൊക്കെ, ക്രിസ്മസ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമാണ് ഹീമോഫീലിയ. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം.
എടാ, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഹീമോഫീലിയ. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 അടിപൊളി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്, മൂലകമാണ് കാൽസ്യം. എന്നാൽ എലമെന്റ് കാൽസ്യം പറഞ്ഞു, പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ, വൈറ്റമിനാണ് വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നു. എന്നാൽ ഹീമോഫീലിയ ദിനം, ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ഗംഭീരം. ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ടീ നല്ല ഒരു അറിവ് നിങ്ങൾക്ക് തന്നു എന്ന ചാരിതാർത്ഥ്യത്തോടെ നമ്മൾ നിർത്തുകയാണ്. ഹാജാസ് ക്ലാസ്സസിൽ ഞാൻ നേതൃത്വം നൽകുന്ന റാങ്കേഴ്സ് ബാച്ച് LP-UP ഉറപ്പിക്കാം. LP-UPയിൽ ഒരു കിടിലൻ റാങ്ക്. കഴിഞ്ഞ സീസണിൽ LP-UPയിൽ ഏറ്റവും കൂടുതൽ റാങ്കുകാരെ സൃഷ്ടിച്ച ഹാജാസ് ക്ലാസ്സസിന്റെ വാഗ്ദാനം, എന്നോടൊപ്പം ഇരുന്ന് ഏറ്റവും പുതിയ ക്ലാസ്സുകൾ ഈ നവംബർ മുതൽ റെക്കോർഡ് ചെയ്യപ്പെട്ട എന്നാൽ ലൈവ് ക്ലാസ്സുകളും ഒക്കെ ചേർന്ന SCERT NCERT ക്ലാസ്സുകൾ, ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നിങ്ങളെ വ്യക്തമായി പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ, സൈക്കോളജി അടക്കം ഗംഭീരമായി സൈക്കോളജി എടുക്കുന്ന കേരളത്തിലെ മുഴുവൻ അധ്യാപകരെയും നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരുന്ന ഒരു കിടിലം ബാച്ചിലേക്ക്, റാങ്കേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഇന്ന് തന്നെ ഹാജാസ് ക്ലാസ്സസിലേക്ക് വിളിക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറുണ്ട്, വിളിക്കുക, ജോയിൻ ചെയ്യുക. സാധാരണ ഒരു കുട്ടിക്ക് പഠിക്കാൻ എപ്പോഴും ഒരു തടസ്സം അതിൻ്റെ ഫീസ് തന്നെയാണ്. ഇവിടെയും അത്യാവശ്യം ഫീസുണ്ട്. ഇതിൻ്റെ 40% ഫീസ് ഇപ്പോൾ അടയ്ക്കുക, ബാക്കി 60% ജോലി കിട്ടുകയാണെങ്കിൽ അടയ്ക്കുക, ജോലി കിട്ടിയില്ലെങ്കിൽ അടയ്ക്കണ്ട. ഇതാണ് ഇവിടുത്തെ ഓഫർ. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.